ഗൈസ് അപ്പൊ ഇത് റെഡി ആയിട്ടിരിക്കേണ്ട നമ്മുടെ പിസ ബ്രെഡ് പിസ റെഡി ആയിരിക്കുകയാണ്. അത് നമ്മൾ മറിച്ചിടാണ്. ഗൈസ് ബ്രെഡ് പിസ റെഡിയായി. ഇനി പിസ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു 3 കഷ്ണം ബ്രെഡ് എടുത്തിടണം കേട്ടോ. അതിപ്പോ കോണായിട്ട് കട്ട് ചെയ്തെടുക്കണം. 3 മുട്ട പൊട്ടിച്ചൊഴിക്കേണ്ട. 3 മുട്ട എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിടണം കേട്ടോ. ഇട്ട് കഴിഞ്ഞിട്ട് അതിന് ആവശ്യമായ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മുളക് പൊടി ചേർത്തണം കേട്ടോ. ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ശരിക്കും നന്നായിട്ട് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്യണം. കോണായിട്ട് ഇത് കട്ട് ചെയ്യണം കേട്ടോ. കറക്റ്റ് കോണായിട്ട് കട്ട് ചെയ്താലേ നമുക്കത് ഷേപ്പിൽ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റായിട്ട് കോണായിട്ട് കട്ട് ചെയ്യണം. ഇത് കത്തിയായിട്ട് ഉപയോഗിക്കാം, കത്രിയായിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ കോണായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കോണായിട്ടാണ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. എന്നാലും പിസക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബട്ടർ അങ്ങോട്ട് ഇത് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ ഇട്ട് മെൽട്ടാക്കിയിട്ടുണ്ട്. ബ്രെഡ് കറക്റ്റായിട്ട് വെക്കാൻ പോവേനെ. ഇങ്ങനെ ഒരു കറക്റ്റായിട്ട് അടക്കി വെക്കണം കേട്ടോ ബ്രെഡ്. അപ്പൊ ഇതില് മുട്ട ഒഴിക്കുമ്പോ ഇത് മൊത്തം ഫില്ലായിക്കോളും. കറക്റ്റായിട്ട് ഫില്ലാക്കി വെച്ചാണെങ്കിൽ കേട്ടോ. ഇതിന്റെ മുകളിലേക്ക് നമ്മ നീക്കി വെച്ചേക്കണ എഗ്ഗ് അതിലേക്ക് ഒഴിക്കാം. എഗ്ഗ് ഒഴിക്കാൻ പോവേണേ. കറക്റ്റായിട്ട് എല്ലായിടത്തും ഇങ്ങനെ ഒഴിക്കാം. കറക്റ്റായിട്ട് ഇത് റെഡിയായി വന്നത്. കറക്റ്റായിട്ടത് എന്തായാലും മറിച്ചിടണോണ്ട് കേസ്. പൊട്ടാത്ത രീതിയിൽ മറിച്ചിടണോണ്ട് കേസ്. ആണ്ടാ കറക്റ്റ് പാത്രത്തിലേക്ക് ആവുമ്പോൾ കറക്റ്റ് ആയിരിക്കും. എന്നിട്ട് ഇത് തിരിച്ചങ്ങ് എടുക്കണം. കറക്റ്റായിട്ട് ആക്കണമെങ്കിൽ ഗൈസ് ചീസ് സെറ്റ് ചെയ്യണ്ടാന്നോ. പിന്നെ വെജിറ്റബിള് സവാള തക്കാളി ഒക്കെ വെജിറ്റബിള് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ തക്കാളി സവാള എല്ലാനും പിന്നെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ള ചീപ്സും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. ഇത് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. ഒരു കുറച്ച് നേരം മൂടി വെച്ച് നമുക്ക് ഇങ്ങനെ വേവിക്കാം. അത് ഈ സംഭവം സവാളയും ഇതൊക്കെ അപ്പ അതിക്കിടുന്ന് വെന്തോളും. അപ്പ ഇത് റെഡി ആയിട്ടിരിക്കേണ്ട നമ്മുടെ ബ്രെഡ് പിസ റെഡി ആയിരിക്കുകയാണ്. അത് നമ്മൾ മറിച്ചിടാണ്. ബ്രെഡ് പിസ റെഡിയായി. ഇനി കട്ട് ചെയ്ത് അങ്ങോട്ട് കഴിക്കാം നമുക്ക്. കറക്റ്റായിട്ട് കട്ട് ചെയ്ത് ഒരേ സൈഡായിട്ട് കോണായിട്ട് കട്ട് ചെയ്ത് ഒരേ പീസ് കഴിക്കാം. ബ്രെഡ് പിസ വീട്ടിൽ തയ്യാറാക്കാം നമുക്ക് കേട്ടോ. സിമ്പിളായി. എങ്ങനെയുണ്ട് ഗൈസ്?
സൂപ്പർ. ആ മീന് കഴിച്ചു നോക്കേണ്ട. എങ്ങനെ സൂപ്പറാ.